A very good morning, my dear students. Today we will start a new chapter, that is overhead. You all know that apart from direct material, direct labor and direct expenses, that is the prime cost elements, such cost which incurred above the direct cost, which is not a direct cost, are called overhead or overhead cost. So overhead cost എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എല്ലാ indirect expenses നമുക്കറിയാം. It cannot be allocated but can apportioned or absorbed by cost unit or cost center. So overhead എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ് ടോട്ടൽ ആണ്. അഗ്രഗേറ്റ് ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് വേജസ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. അല്ലെങ്കിൽ ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസസിനെ എല്ലാം തന്നെ നമുക്ക് ഓവർഹെഡ് എന്ന് തീർത്തും പറയാനാവില്ല. എന്തുകൊണ്ടെന്നാൽ എക്സ്പെൻഡിച്ചർ ദാറ്റ് ഈസ് ഓവർ ആൻഡ് എബവ് ദ പ്രൈം കോസ്റ്റ് ഈസ് നോൺ ആസ് ഓവർഹെഡ്. ഇറ്റ് ഈസ് വെരി വൈഡ് കമ്പയറിംഗ് വിത്ത് ദ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് ഓവർഹെഡ്. ഓവർഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കുറച്ചും കൂടി വൈഡർ ആണ്, കുറച്ചും കൂടി ഓവർ ആൻഡ് എബവ് ദ പ്രൈം കോസ്റ്റ്. ദ പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് direct material, direct labor and direct cost ആണ്. So that is which is expenditure over and above the prime cost is known as what? Overhead. So overhead cost are the operating cost of a business enterprise which cannot be traced directly to a particular unit or a product. It indicates the expenditure incurred over and above the direct material and direct labor. ഒരു definition നമുക്ക് നോക്കാം. According to CIMA, overhead is an aggregate of indirect material, indirect labor and indirect expenses. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഓവർഹെഡിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? വാട്ട് ആർ ദ സ്റ്റെപ്സ് ദാറ്റ് ഈസ് to be used for distribution of the overhead? എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ? ട്രൂ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അസർട്ടൈൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലേ? പ്രൈം കോസ്റ്റിന്റെ കൂടെ ഓവർഹെഡും കൂടി ആഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ മിസ് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ പ്രൈം കോസ്റ്റിന്റെ കൂടെ ഓവർഹെഡും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുന്നത്. സോ ഇതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ദ സ്റ്റെപ്സ് ഇൻ ഓവർഹെഡ് അക്കൗണ്ടിങ്. ഫസ്റ്റ് ഓഫ് ഓൾ, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് കളക്ഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ്. എന്താണ്? കളക്ഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ് ആണ്. ദെൻ കോഡിഫിക്കേഷൻ ആൻഡ് കളക്ഷൻ, allocation and apportionment of overhead. First we collect and classify, then we allocate and apportion. Reapportionment of service department cost to production department. Absorption of overhead by production unit. What are the steps involved in distribution of overhead? Collection and classification of overhead, allocation and apportionment of overhead, reapportionment of service department cost to production department, absorption of overhead by production units. So collection and classification of according to function wise, elements wise, behavior wise and controllability wise ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓവർഹെഡിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ക്ലാസിഫിക്കേഷൻ ആണ്. സോ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം ഓവർഹെഡിനെ? അക്കോർഡിംഗ് ടു ഫംഗ്ഷൻ, അക്കോർഡിംഗ് ടു എലമെന്റ്സ്, അക്കോർഡിംഗ് ടു ബിഹേവിയർ ആൻഡ് അക്കോർഡിംഗ് ടു ദ കൺട്രോളബിലിറ്റി. അക്കോർഡിംഗ് ടു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഫൈവ് ഹെഡാണ് ഉള്ളത്. ഏതൊക്കെയാ? ഫാക്ടറി ഓവർഹെഡ്, നമ്മൾ പഠിച്ചതാണ് മുമ്പ്. ഫാക്ടറി ഓവർഹെഡ്, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്, സെല്ലിംഗ് ഓവർഹെഡ്, ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓവർഹെഡ് അല്ലേ? സോ നമ്മൾ ചാപ്റ്റർ 2 ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഇതിന്റെ പ്രോബ്ലം വരെ നമ്മൾ ചെയ്തതാണ്. കോസ്റ്റ് ഷീറ്റ് നമ്മൾ ചെയ്തതാണ്. സോ നിങ്ങൾക്ക് അറിയാം എന്തൊക്കെയാണ് ഓവർഹെഡ് എന്നും എന്തൊക്കെയാണ് അതിന്റെ പെക്യുലാരിറ്റി എന്നും. ദെൻ അക്കോർഡിംഗ് ടു എലമെന്റ്സ് വൈസ് എങ്ങനെ ഓവർഹെഡിനെ ക്ലാസിഫൈ ചെയ്യാം? ദാറ്റ് ഈസ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, indirect labor and indirect expenses. That is the element wise classification of the overhead. Then behavior ന്റെ nature അത് എങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം? It is fixed overhead, വേരിയബിൾ ഓവർഹെഡ്, സെമി വേരിയബിൾ. നമ്മൾ പഠിച്ചതാണ്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. എന്താ ഫിക്സഡ് ഓവർഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ?
എന്തൊക്കെയാണ് ഫിക്സഡ് ഓവർഹെഡിന്റെ എക്സാമ്പിൾസ് ആയിട്ട് വരിക? റെന്റ്, ഇൻഷുറൻസ്, അല്ലെ, ബാങ്ക് ചാർജസ്, ഓഡിറ്റ് ഫീസ്, ഇതൊക്കെ എന്തിന്റെ ഇതാണ്? ദാറ്റ് ഈസ് ഫിക്സഡ് ആണ് വിത്ത് എ ഗിവൺ പീരീഡ് ഓഫ് ടൈമില്. സോ ടോട്ടൽ ഫിക്സ്ഡ് ഓവർഹെഡ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ബട്ട് ദ ഫിക്സഡ് ഓവർഹെഡ് പെർ യൂണിറ്റ് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ ഫിക്സഡ് ഓവർഹെഡ്. ദെൻ വേരിയബിൾ ഓവർഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദ ടോട്ടൽ വേരിയബിൾ ഓവർഹെഡ് ചേഞ്ചസ് ബട്ട് വേരിയബിൾ ഓവർഹെഡ് പെർ യൂണിറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ്. മനസ്സിലായോ? സോ എക്സാമ്പിൾസ് ഓഫ് വേരിയബിൾ ഓവർഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇൻക്ലൂഡ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, പവർ ആൻഡ് ഫ്യൂവൽ, അല്ലെ, ഓവർ ടൈം കോസ്റ്റ്, കൺസ്യൂമബിൾ സ്റ്റോഴ്സ് ഒക്കെ എന്തിൽ പെടുന്നതാണ്? വേരിയബിൾ ഓവർഹെഡിൽ പെടുന്നതാണ്. അതിന് കാരണം എന്താ? പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്തോറും വേരിയബിൾ ഓവർഹെഡും കൂടിക്കൊണ്ടിരിക്കും, അല്ലെ. Then semi-variable overhead എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? Those overhead which are neither fully fixed, neither fully variable. പാർട്ട്ലി ഫിക്സ്ഡ്, പാർട്ട്ലി വേരിയബിൾ ഓവർഹെഡുകളെയാണ്, എക്സ്പെൻസുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെമി വേരിയബിൾ ഓവർഹെഡ് എന്ന് വിളിക്കുന്നത്. സോ ഇതിന് മറ്റൊരു പേരും കൂടി ഉണ്ട്, സെമി ഫിക്സഡ് ഓവർഹെഡ് എന്നും. ഫോർ എക്സാമ്പിൾ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്, ഇലക്ട്രിസിറ്റി ചാർജസ്, ടെലിഫോൺ ചാർജസ്, സൂപ്പർവൈസർ സാലറി, ഇതൊക്കെ എന്തിൽ പെടുന്നതാ? സെമി വേരിയബിൾ ഓവർഹെഡിൽ പെടുന്നതാണ്. ദെൻ അവസാനത്തത് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദ കൺട്രോളബിലിറ്റി. കൺട്രോളബിലിറ്റിയുടെ ബേസിൽ നമുക്ക് എങ്ങനെ അതിനെ ഡിവൈഡ് ചെയ്യാം? കൺട്രോളബിൾ ഓവർഹെഡ് എന്നും അൺകൺട്രോളബിൾ ഓവർഹെഡ് എന്നും. എന്താ കൺട്രോളബിൾ ഓവർഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ദോസ് വിച്ച് ആർ കൺട്രോൾഡ് എഫക്റ്റീവ്ലി ഇൻ പ്രോപ്പർ മാനേജ്മെന്റ് കൺട്രോൾ. കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഓവർഹെഡുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൺട്രോളബിൾ ഓവർഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ചാർജസ്, പിന്നെ പവർ ആൻഡ് ഫ്യൂവൽ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ കൺട്രോൾ. അൺകൺട്രോളബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് മാനേജ്മെന്റ്. അതായത് ഫിക്സഡ് ഓവർഹെഡ് ആർ അൺകൺട്രോളബിൾ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ബാങ്കിൽ കൊടുക്കാനുള്ള ചാർജസ്, നമ്മൾ കൊടുക്കാനുള്ള റെന്റ്, സാലറി, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് കൺട്രോളബിൾ ഉള്ളതല്ല, ഫിക്സഡ് ആണ്. അപ്പൊ ഫിക്സഡ് ഓവർഹെഡ് എല്ലാം തന്നെ അൺകൺട്രോളബിളും വേരിയബിൾ ഓവർഹെഡ് എല്ലാം തന്നെ നമുക്ക് എന്തും വിളിക്കാം? കൺട്രോളബിൾ ഓവർഹെഡ് എന്നും വിളിക്കാം. ഓക്കെ, സോ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത ഓവർഹെഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിഫറെന്റ് സ്യൂട്ടബിൾ ഹെഡിങ്ങിൽ നമ്മൾ കോഡിഫൈ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഡിപ്രീസിയേഷൻ റിലേറ്റഡ് ടു ദ ബിൽഡിംഗ് വിൽ കം അണ്ടർ ദ ഹെഡിങ് ഡിപ്രീസിയേഷൻ, അല്ലെ. അതായത് ക്ലാസിഫൈ ചെയ്യുന്നു, പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? കോഡിഫൈ ചെയ്യുന്നു. അതാണ് ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റെപ്സിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെന്റ് ഓഫ് ഓവർഹെഡ് ടു കോസ്റ്റ് സെന്റേഴ്സ്. കോസ്റ്റ് സെന്റേഴ്സിലേക്ക്, ഓരോന്നിനും ഓരോ സെന്റേഴ്സ് ഉണ്ട്. ആ കോസ്റ്റ് സെന്റേഴ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പോർഷൻഡ് ചെയ്യുന്നു. അപ്പോർഷൻഡ് നിന്ന് മീൻസ് വേറൊരു പേരും കൂടി എന്താ? ഡിപ്പാർട്ട്മെന്റലൈസേഷൻ. ഓക്കെ, സോ കോസ്റ്റ് അലോക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഹോൾ ടൈം ഓഫ് കോസ്റ്റ് ടു എന്തിലേക്ക് മാറ്റുന്നു? കോസ്റ്റ് സെന്റർ ഓർ കോസ്റ്റ് യൂണിറ്റിലേക്ക് മാറ്റുന്നു. അപ്പോർഷൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്പ്ലിറ്റിംഗ് ഓഫ് ആൻ ഐറ്റം ഇൻടു കോസ്റ്റ് യൂണിറ്റ് ബയേഴ്സ് ആൻഡ് അപ്പോർഷൻ പോർഷൻ. അപ്പൊ കോസ്റ്റ് അലോക്കേഷൻ ഈസ് ദ അലോട്ട്മെന്റ് ഓഫ് ഓൾ ഐറ്റം ടു കോസ്റ്റ് സെന്റർ ഓർ കോസ്റ്റ് യൂണിറ്റ്. കോസ്റ്റ് അപ്പോർഷൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അലോട്ട്മെന്റ് ഓഫ് പ്രൊപ്പോർഷൻ ഓഫ് ഐറ്റംസ് ഓഫ് കോസ്റ്റ് ടു കോസ്റ്റ് സെന്റർ ഓർ കോസ്റ്റ് യൂണിറ്റ്. അതാണ് അപ്പോർഷൻമെന്റ് എന്ന് പറയുന്നത്. അതിന് മറ്റൊരു പേര് കൂടി എന്താ? ഡിപ്പാർട്ട്മെന്റലൈസേഷൻ. ക്ലിയർ? സോ ഇനി അടുത്തത് റീ അപ്പോർഷൻമെന്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ് ടു ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. റീ അപ്പോർഷൻമെന്റ് ഓഫ് ഓവർഹെഡ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർഹെഡ് ആണ്. ദെൻ ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് ആണ്. അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡിഫറെന്റ് മെത്തേഡ്സ് എന്ന് പറയാം. ദാറ്റ് ഈസ് പെർസെന്റേജ് മെത്തേഡ്. അതിൽ പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മെത്തേഡ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് മെത്തേഡ്, പ്രൈം കോസ്റ്റ് മെത്തേഡ്. ദെൻ അവർലി റേറ്റ് മെത്തേഡിൽ മെഷീൻ റേറ്റ്, ലേബർ റേറ്റ്, ഇതെല്ലാം തന്നെ എന്ത് പെടുന്നതാണ്? അവർലി റേറ്റ് മെത്തേഡിൽ പെടുന്നതാണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റെപ്സ് ഓഫ് ഓവർഹെഡ് വരുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ദാറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് കോഡിഫിക്കേഷൻ ആൻഡ് കളക്ഷൻ ഓഫ് ഓവർഹെഡ്. Third step is allocation and apportionment of overhead.
Fourth step is reapportionment of overhead. Fifth step is absorption of overhead. So allocation of overhead എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ സെയിൽസ് മാനേജറിന്റെ സാലറി ഏത് കോസ്റ്റ് സെന്ററിലേക്കാണ് നമുക്ക് അപ്പോയിന്റ് ചെയ്യാൻ പറ്റുന്നത്? സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെ? സോ ഓരോ കോസ്റ്റ് സെന്റേഴ്സിനെയും അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? അലോക്കേറ്റ് ചെയ്യുന്നു. ദെൻ അപ്പോർഷൻമെന്റിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു ജനറൽ മാനേജറിന് നമ്മൾ സാലറി പെയ്ഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് കനോട്ട് ബി അലോക്കേറ്റഡ് ടു എ പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് ബിക്കോസ് നമുക്ക് ഇറ്റ് ഷുഡ് ബി അപ്പോർഷൻ ടു വേരിയസ് ഡിപ്പാർട്ട്മെന്റ്. ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ഇക്വിറ്റബിൾ ബേസിസിലായിരിക്കും നമുക്ക് അപ്പോർഷൻമെന്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ റെന്റ് ആയാലും ഡിപ്രീസിയേഷൻ ആയാലും ഇൻഷുറൻസ് ആയാലും ഓഡിറ്റ് ഫീസ് ആയാലും എല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ? അപ്പോർഷൻമെന്റ് ഓഫ് ഈ ഓവർഹെഡ് ഈക്വലൈസ്ഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത്. സോ ഇത്രേ ഉള്ളൂ. ഓവർഹെഡ് എന്ന് പറഞ്ഞ എക്സ്പെൻസസുകളെ ആദ്യം നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു അക്കോർഡിംഗ് ടു ഫംഗ്ഷൻ. പിന്നെ എന്തൊക്കെയാ പഠിച്ചത്? അക്കോർഡിംഗ് ടു ഫംഗ്ഷൻ പറഞ്ഞു. ദെൻ പിന്നെ പറഞ്ഞത് എന്താണ്? according to function, according to element, according to the behavior, according to controllability. Then അങ്ങനെ classify ചെയ്ത overheadനെ we allocate and apportionment of overhead to cost centers or cost units. അതിനെ പറയുന്ന പേരാണ് എന്ത്? departmentalization of overhead. Then we reapportionment of the service department, absorption of the overhead. Then നമ്മൾ ലാസ്റ്റ് പറഞ്ഞ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അബ്സോർപ്ഷൻ ഓഫ് ദ ഓവർഹെഡ്. ബേസിസ് ഓഫ് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ, അതായത് കോമൺ എക്സ്പെൻസസിനെ ഹൗ ക്യാൻ വി divided, allocated to the particular department. Because for example, floor area, direct wages, number of employees, number of labor hours, capital value of assets, number of light points, ഹോഴ്സ് പവർ, ടെക്നിക്കൽ എസ്റ്റിമേറ്റ്സ്. ഇപ്പോൾ റെന്റ്, റേറ്റ്സ്, ടാക്സസ് ഒക്കെ ആണെങ്കിൽ ഇവരുടെ ബേസിസ് ഓഫ് അപ്പോർഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഫ്ലോർ ഏരിയയുടെ ബേസിലായിരിക്കും. ഇപ്പോൾ അതുപോലെ തന്നെ സിമിലർ ഇക്വിറ്റബിൾ ബേസിസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ദ ബിൽഡിംഗ്. അതിന്റെയും ബേസിസ് ഓഫ് അപ്പോർഷൻമെന്റ് എന്തായിരിക്കും? ഫ്ലോർ ഏരിയ ആയിരിക്കും. ഇപ്പോൾ ഡിപ്രീസിയേഷനോ ഒക്കെ വരാണെങ്കിലോ അത് അസറ്റ് വാല്യൂന്റെ ബേസിലാണ്. ഇപ്പൊ ഇൻഷുറൻസ് ഓൺ അസറ്റ് ആണെങ്കിലും അത് അസറ്റ് വാല്യൂ ആയിരിക്കും. ദെൻ സൂപ്പർവിഷൻ, ക്യാൻറ്റീൻ എക്സ്പെൻസസ്, ടൈം കീപ്പിംഗ് എക്സ്പെൻസസ്, വെൽഫെയർ എക്സ്പെൻസസ്, കോമ്പൻസേഷൻ, ഇതൊക്കെ എന്തിൽ വരുന്നതായിരിക്കും? നമ്പർ ഓഫ് വർക്കേഴ്സ് അഥവാ എംപ്ലോയീസിന്റെ ബേസിസിലായിരിക്കും. ദെൻ സ്റ്റോർസ് ഓവർഹെഡ്, വാല്യൂ ഓഫ് ഡയറക്ട് മെറ്റീരിയൽ, ഇന്റേണൽ ട്രാൻസ്പോർട്ട്, മാനേജീരിയൽ സാലറീസ്, ഇതൊക്കെ എന്തില്? മെറ്റീരിയൽ ഓഫ് ഹാൻഡ്ലിംഗ് ചാർജസ് ഒക്കെ വെയിറ്റിന്റെ ബേസിസിലായിരിക്കും. ദെൻ ഓഡിറ്റ് ഫീസ് ആണെങ്കിലോ സെയിൽസിന്റെ ബേസിസിലായിരിക്കും. സോ ഇങ്ങനെ ഓരോ ഓവർഹെഡിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ബേസിസ് ഓഫ് അപ്പോർഷൻമെന്റ് ആണ്. സോ ബേസിസ് ഓഫ് അപ്പോർഷൻമെന്റ് എങ്ങനെയാണെന്നുള്ളത് ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ ഒരു പ്രോബ്ലം ചെയ്യുന്നതായിരിക്കും. ക്ലിയർ? സോ ബേസിസ് ഓഫ് അപ്പോർഷൻമെന്റ് ഓഫ് ഓവർഹെഡ്, floor area is used for the apportionment of certain expenses like rent, rates, tax, etc. For building, lighting, heating, air conditioning. ഇത് പഠിക്കേണ്ടതാണ്. Then direct wages, expenses which directly vary with the wages paid can be apportioned on this basis. For example, workmen compensation, contribution to provident fund, contribution to ESI, insurance of workers, the number of employees, canteen expenses, welfare expenses, salaries of timekeepers, medical expenses, then number of labor hours. This basis is adopted for the apportionment of the salaries of inspector, salaries of supervisors and other office expenses. Then capital value of assets ആണെങ്കിലോ this is based used for the apportionment of depreciation, repairs and maintenance, insurance, rates and taxes. So cost allocation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? It is the allotment of whole item. Cost apportionment എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ is the allotment of proportion of the items of the cost. മനസ്സിലായോ? കോസ്റ്റ് അലോക്കേറ്റ് നമ്മൾ എന്ത് ചെയ്യുന്ന? ആക്യുറേറ്റ് ആവാനായിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ കോസ്റ്റ് അപ്പോർഷൻമെന്റ് എന്തിനു വേണ്ടിയിട്ടാ? അപ്രോക്സിമേറ്റ് ലെവൽ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. So in today's class we studied about the meaning and definition of overhead, then difference between overhead and indirect expenses, classification of overhead and stages of
overhead. This is an assignment for you. The first question is, how do you classify the overhead? Write down the classification of the overhead. And second question is, what are semi-variable overhead? So write down the notes, prepare the notes and assignment 2 and send me through the WhatsApp. Okay.